പ്രിയമുള്ളവരെ, തൃശ്ശൂരുകാർക്ക് ആഘോഷം ഏതായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളുണ്ട്. പൂരമായാലും ഓണമായാലും ക്രിസ്മസ് ആയാലും സംഗതി കളറാക്കി തരും. അതാരാണെന്നറിയില്ലേ? മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ജയരാജ് വാര്യർ. ജയരാജ് വാര്യർക്കൊപ്പം ചേരുന്നു നമ്മുടെ ജെയ്സൺ ചാമുളപ്പിൽ. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഗുഡ് ഈവനിങ് ജെയ്സൺ ചാമുളപ്പിൽ. ജയരാജ് വാര്യർ വന്ന പിന്നെ എന്ത് വേണം? പൂരമാക്കി തരും ക്രിസ്മസ് എന്നാണ് ഇവിടെ അച്ഛന്മാർ പറയുന്നത്. കാണുന്നുണ്ടല്ലോ അല്ലേ? സുജിയ, ഹാപ്പി ക്രിസ്മസ്. പിന്നെ ജയരാജ് വാര്യരില്ലാത്ത എന്ത് ക്രിസ്മസ്? തൃശ്ശൂരിലെ പൂരം വന്നാലും പെരുന്നാൾ വന്നാലും പിന്നെ ക്രിസ്മസ് വന്നാലും വിഷു വന്നാലും ഒക്കെ ജയരാജ് വാര്യർ അനിവാര്യ ഘടകമാണ്. പൂരം എന്നൊക്കെ പറഞ്ഞാൽ ജയരാജ് വാര്യർ പൂരം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പറയാം. നമുക്കൊപ്പം ജയരാജ് വാര്യരുണ്ട്. പിന്നെ ആള് ചില്ലറക്കാരനല്ല, ആള് നന്നായി പാടും. അതൊക്കെ നമ്മൾ പാടിക്കും, ആളെ കൊണ്ട് പാടിക്കാം. നമുക്ക് ഒരു ക്രിസ്മസ് സായാഹ്നത്തിൽ നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ഉഷാറായിട്ട് വിശ്രമിക്കുകയാണ്. അതെ. അല്ല, ക്രിസ്തുമസിന് ഇത്രയും നല്ല വാക്കുകൾ ജെയ്സൺ പറഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയൊരു സന്തോഷമില്ലല്ലോ. ക്രിസ്തുമസിൻ്റെ മധുരം ഒക്കെ കഴിച്ച് നമ്മൾ ഒരു വിശ്രമം കഴിഞ്ഞിരിക്കുമ്പോഴാണ് ജെയ്സന്റെ വരവ്. എന്തായാലും താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്. എന്തായാലും നമുക്ക് ഒരു പാട്ടിൽ അങ്ങനെ പിടിച്ചാലോ? നമ്മൾ ശരിക്കും ഇപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഓർക്കാറില്ല, നമ്മൾ വളരെ ചെറുപ്പത്തിൽ, ഇപ്പോൾ ഞാനും ജയരാജേട്ടനൊക്കെ കുറച്ച് വയസ്സിന് വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ആ കാലഘട്ടം ഏകദേശം കുറച്ച് കാലം മുൻപ് വരെ അങ്ങനെയായിരുന്നു. ഒരു പഴയ കാലത്തിൻ്റെ ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മുമ്പ് പള്ളിയിൽ നിന്നൊക്കെ രാവിലെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ പള്ളിയിൽ നിന്നൊക്കെ ഇങ്ങനെ പാട്ട് കേൾക്കുന്ന സാധനമുള്ളൂ. അതെ, നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആഘോഷങ്ങളും പാട്ടുമായിട്ട് ഇഴചേർന്ന് കിടക്കണം. ഇപ്പോൾ ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും വിഷു വന്നാലും ബക്രീദ് വന്നാലും ഏത് ആഘോഷം വന്നാലും പൂരം വന്നാലും ഒക്കെ പാട്ടായിട്ട് കണക്റ്റഡ് ആണ്. കാരണം സംഗീതത്തിന് അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. ഇപ്പം ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് എനിക്ക് വയലാറിൻ്റെ ദേവരാജൻ മാസ്റ്ററും കൂടി ചെയ്ത ഒരു മനോഹരമായൊരു പാട്ടാണ്. യെരൂശലേമിലെ സ്വർഗദൂത യേശുനാഥ എന്നുവരും വീണ്ടും എന്നുവരും എൻ്റെ മെഴുകു വിളക്കിൻ മുന്നിൽ എന്നുവരും ദൈവപുത്ര. വയലാർ എന്ന് പറയുന്ന ആ പ്രവാചക ദൗത്യം നിർവഹിച്ചു പോയ കവിതയാണ് എഴുതുന്നതെങ്കിലും പാട്ടിലൂടെ യെരൂശലേമിലെ ദൈവപുത്രനായ യേശുനാഥനെ വിളിക്കുന്നുണ്ടെങ്കിലും അതിനകത്തൊരു ചോദ്യമുണ്ട്. എന്താണ്? എന്ന് വരും? 1000 യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ള അവതാരങ്ങൾ എവിടെ എന്ന് ചോദിച്ചാലാണ് മനുഷ്യൻ. അതേ വയലാർ തന്നെയാണ് ചോദിക്കുന്നത്. എന്ന് വരും വീണ്ടും എന്ന് വരും എൻ്റെ മെഴുകു വിളക്കിൻ മുന്നിൽ എന്ന് വരും ദൈവപുത്രൻ. അതൊരു ശരിക്കും ഒരു കോൺട്രഡിക്ഷൻ ഇല്ല ഇതിൽ. വയലാറിന്റെ ഒരു ലൈഫ് പരിശോധിച്ചാൽ തന്നെ പലവിധ ആശയങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഈ പാട്ടിലും അത് കാണുന്നുണ്ട്. ഒരേ സമയം നിരീശ്വരവാദത്തിന്റെ അതേസമയം വിശ്വാസത്തിന്റെ ഒക്കെ ഒരു തലങ്ങൾ കടന്നു പോകുന്ന, അതായത് വയലാർ തനിക്ക് പറയാൻ ഉദ്ദേശിച്ച ഫിലോസഫി മുഴുവൻ പാട്ടുകളിലൂടെ പറയുകയും അതോടൊപ്പം തന്നെ ശുദ്ധ സംഗീതത്തിലൂടെ ദേവരാജൻ മാസ്റ്റർ അതിനെ ട്യൂൺ ചെയ്യും, ഏറ്റവും മധുരമുള്ള ശബ്ദത്തിൽ അത് പാടിക്കുകയും. പക്ഷെ അതിനകത്ത് വയലാർ ചോദ്യം ചോദിക്കും. അതാണ് കാര്യം. അടിമകളും നിന്ദിതരും പീഡിതരും ദുഃഖിതരും. ഒന്ന് പാടുക. അല്ല, ഇത് തന്നെ. ബദ്ലഹേമിലെ പുൽത്തൊഴുത്തു ഞങ്ങൾ മേഞ്ഞു കഴിഞ്ഞു നിന്ദിതരും ദുഃഖിതരും പീഡിതരും. അവിടെ ഇതാണ് ഈ പാവപ്പെട്ട മനുഷ്യൻ, അവൻ കാത്തിരിക്കുന്ന ഒരു ദൈവപുത്രൻ എവിടെ? അതാണ് വയലാറിൻ്റെ ചോദ്യം. അതുകൊണ്ട് വീണ്ടും ചോദ്യമുണ്ട്. വേറൊരു പാട്ടിൽ വയലാർ ചോദിക്കുന്നുണ്ട്, ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. പിന്നെ ഈ ക്രിസ്തുമസിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ഈ ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഒരു തണുപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡിസംബർ അതാണ്. പിന്നെ ചില ഗാനങ്ങളുണ്ട് ക്രിസ്തുമസിന്റെ ഗാനങ്ങൾക്ക് നമുക്ക് ആ ഡിസംബർ 25 രാത്രി കാലത്ത് ആ തണുപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് മനസ്സിലേക്ക് കോരിയിടുന്ന ഒരു സ്വഭാവം. 24-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും തണുപ്പ് പീക്കിൽ വരുന്ന സമയമാണ്. അവിടെയാണല്ലോ ദൈവപുത്രൻ്റെ ജനനം. ഏറ്റവും നല്ല ക്ലൈമറ്റുമാണ്. 2 കാര്യങ്ങളുണ്ട് ഇതിൽ. ക്രിസ്മസ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പങ്കിടലിൻ്റെ ഉത്സവമാണ്, സ്നേഹത്തിൻ്റെ. അതേസമയം ശബരിമല
തത്വമസി എന്ന് പറയുന്നത് അത് നീയാകുന്നെന്ന വലിയ സന്ദേശത്തിൻ്റെ ഇത് രണ്ടും ഒരേ സമയത്താണ് കൊണ്ടുപോകുന്നത്. അതിനേക്കാൾ വലിയ ഒരു എന്താ പറയുക സന്ദേശമുണ്ടോ? അതെ, ശരിക്കും ഒരു ആത്മീയ മാസമാണ് എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും പറയാം. ഡിസംബർ, ജനുവരി അതായത് വൃശ്ചികം ധനു മാസങ്ങളാണ് ഇത് കൃത്യമായി കഴിഞ്ഞാൽ നമ്മുടെ അതെ അല്ല വേറൊരു പാട്ടുണ്ട്, സത്യനായക മുക്തിനായക പുൽത്തൊഴുത്തിൽ പുളകമായ സ്നേഹഗായക എന്നൊക്കെ ഗംഭീരമായിട്ട് പുൽത്തൊഴുത്തിൽ പുളകമായ സ്നേഹഗായ. ജെയ്സൺ ഇങ്ങനൊരു പാട്ടുകാരനാണെന്നുള്ളത് നമ്മൾ ഇപ്പോഴാട്ടോ അറിയുന്നത്. ജെയ്സൺ ഇങ്ങോട്ട് നോക്കിയേ, ക്യാമറയിലോട്ട് നോക്കിയേ. എനിക്ക് തോന്നുന്നത് ഞാൻ പറയട്ടെ, എൻ്റെ ഒരു ബാല്യ കൗമാര സുജയ ചോദിക്കുന്നത് ഞാനൊരു പാട്ട് അല്ല നമ്മളെന്തോരം പാടിയതെന്ന് പറയില്ലേ, യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ അതെ കുളിരും നാളിൽ